ഇന്നൊരു നാടൻ വാഴക്കൂമ്പിന്റെ ഉപ്പേരി ആയാലോ? മലപ്പുറം സ്റ്റൈലില് ഇതെങ്ങനെയാ വെക്കാൻ നോക്കാം. അമ്മയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ വാഴക്കൂമ്പിനെ ചെറുതാക്കിയിട്ട് കനം കുറച്ച് അരിഞ്ഞു വെക്കുക. അതിന് മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തിരുമ്പ് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് പെട്ടെന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പിന്നെ അതിന് കറിയും കുറെ പോകും കേട്ടോ. ചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും അരിയും ഉഴുന്നും ഒക്കെ നമ്മൾ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അതിനുശേഷം ചുവന്ന മുളക്, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. ഇതിലിട്ട അരി ഇങ്ങനെ പൊരിഞ്ഞു വരുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മളെ വാഴക്കൂമ്പ്, നമ്മളെ മെയിൻ താരത്തിനെ കൂടി നമുക്ക് ഇതിലിടുന്നുണ്ട്. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞങ്ങൾ വേവിച്ചെടുത്തത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാറില്ല ഞങ്ങൾ ഈ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ. പകുതി വേവായപ്പോൾ നാളികേരം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. അധികം വെന്ത് പോവാതെ വേണം ഈ ഉപ്പേരി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനൊരു കടി ഉണ്ടാവണേ കഴിക്കുമ്പോൾ. അങ്ങനെ വാഴക്കൂമ്പിന്റെ ഉപ്പേരി റെഡിയായി. ഇനി ഇത് കൂട്ടി ഒരു പിടി പിടിച്ചാലോ? ചോറും കർമൂസക്കറിയും മീൻ പൊരിച്ചതും നല്ല പൂള വേവിച്ചതും കൂട്ടി